ഇത് നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ ആണ്, കറന്റ് ഇലക്ട്രിസിറ്റി. ആദ്യത്തെ രണ്ട് ചാപ്റ്ററും we studied about static electricity. We studied about charges at rest. In this chapter we will study about moving charges. Current എന്ന് പറഞ്ഞാൽ മൂവിങ് എന്നാണ് അർത്ഥം. A current of water എന്ന് പറഞ്ഞാൽ flowing water എന്ന് അർത്ഥം. So in this chapter we study about moving charges. Electric current എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. Electric current is the number of charges flowing through a conductor in 1 second. ഒരു കണ്ടക്ടറിലൂടെ ഒരു സെക്കൻഡിൽ ഫ്ലോ ചെയ്യുന്ന ചാർജുകളുടെ എണ്ണത്തിനാണ് നമ്മൾ ഇലക്ട്രിക് കറന്റ് എന്ന് പറയാം. അതിന്റെ ഇക്വേഷൻ എന്താ വരിക? I is equal to Q/T. ഒരു കണ്ടക്ടറിൽ n ഇലക്ട്രോൺസ് ആണ് ഉള്ളത് എങ്കിൽ Q is equal to Ne എന്നാ വരിക. അപ്പോൾ നമുക്ക് കറന്റിനെ എങ്ങനെ എഴുതാം? I is equal to Ne/T, where n is the total number of electrons. ഇനി കറന്റിന്റെ യൂണിറ്റ് ആണ് ചാർജിന്റെ യൂണിറ്റ് കൂളുംബ്, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്. അപ്പൊ കറന്റിന്റെ യൂണിറ്റ് വരിക കൂളുംബ് പെർ സെക്കൻഡ്. കൂളുംബ് പെർ സെക്കൻഡ് പറയുന്ന പേരാണ് ആംപിയർ. ക്യാപിറ്റൽ A എന്നാണ് ഡിനോട്ട് ചെയ്യുക. നമ്മൾ 1 ആംപിയർ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. എല്ലാ ടേംസും 1 ആക്കുക. Q equals 1 കൂളും, T equals 1 second, then I equals 1 ampere. The current through a conductor is 1 ampere if a charge of 1 coulomb flows through it in 1 second. ഇനി അടുത്തത് ഇലക്ട്രിക് കറന്റിന്റെ ഡയറക്ഷൻ ആണ്. The direction of electric current is the direction in which the positive charges are flowing. പോസിറ്റീവ് ചാർജ് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ ആണ് ഇലക്ട്രിക് കറന്റിന്റെ ഡയറക്ഷൻ. നമുക്ക് വേറെ രീതിയിലും പറയാം, ഇറ്റ് ഈസ് ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. അപ്പൊ നമ്മൾ കണ്ടു ഇലക്ട്രിക് കറന്റിന് ഒരു മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഇലക്ട്രിക് കറന്റിന് ഒരു ഡയറക്ഷനും ഉണ്ട്. ബട്ട് സ്റ്റിൽ ഇലക്ട്രിക് കറന്റ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. ഒരു വെക്ടർ ക്വാണ്ടിറ്റിന്റെ പ്രത്യേകത എന്താ? ഇറ്റ് ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ഇറ്റ് ഓൾസോ ഒബേസ് വെക്ടർ ആൾജിബ്ര. പക്ഷെ കറന്റ്, ഇലക്ട്രിക് കറന്റ് ഒബേ ചെയ്യുന്നത് ഓർഡിനറി ആൾജിബ്രയാണ്. അതുകൊണ്ട് ഇലക്ട്രിക് കറന്റ് സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. നമ്മൾ പറഞ്ഞ കാര്യം നോക്കുക. കണ്ടക്ടേഴ്സിൽ ചാർജ് കാരിയേഴ്സ് ഏതാണ്? ഫ്രീ ഇലക്ട്രോൺസ് ആണ് അല്ലേ? കണ്ടക്ടറിൽ കറന്റ് ഉണ്ടാവാനുള്ള കാരണം ഫ്രീ ഇലക്ട്രോൺസിന്റെ ഫ്ലോ ആണ്. സോ വി സേ ദാറ്റ് ഇൻ സോളിഡ്സ് അല്ലെങ്കിൽ കണ്ടക്ടേഴ്സ് ദ ചാർജ് കാരിയേഴ്സ് ആർ ഫ്രീ ഇലക്ട്രോൺസ്. ഇലക്ട്രോലൈറ്റ്സ് അല്ലെങ്കിൽ ലിക്വിഡ്സിലോ ആനയോൺസ് ആൻഡ് കാറ്റയോൺസ്, ഓർ വി കൻ റൈറ്റ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ്. ഗ്യാസസിലാണെങ്കിലോ പോസിറ്റീവ് അയോൺസ് ആൻഡ് ഇലക്ട്രോൺസ്. സെമി കണ്ടക്ടേഴ്സിലോ, സെമി കണ്ടക്ടേഴ്സ് നിങ്ങൾ ലാസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കും. സെമി കണ്ടക്ടേഴ്സിൽ ചാർജ് കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ്. അടുത്ത പോയിന്റ് നോക്കുക. ഇഫ് ദ ഫ്ലോ ഓഫ് ചാർജസ് ഈസ് നോൺ യൂണിഫോം, ഒരു കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന ചാർജ് നോൺ യൂണിഫോം ആണെങ്കിൽ കറന്റിന്റെ ഇക്വേഷൻ വരിക I equals dQ/dt. ഇതൊരു കണ്ടക്ടറാണ്. ദ കണ്ടക്ടർ കണ്ടെയ്ൻസ് ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. കണ്ടക്ടറിലുള്ളൊരു ആറ്റമാണ് ഇത് കാണിച്ചിരിക്കുന്നത്. ദ ഔട്ടർമോസ്റ്റ് ഷെൽ ഈസ് കോൾഡ് വാലൻസ് ഷെൽ. ദ വാലൻസ് ഇലക്ട്രോൺസ് ആർ ബൗണ്ട് ടു ദ ന്യൂക്ലിയസ്. At room temperature, the valence electron will absorb heat energy or thermal energy and will be freed from the nucleus. അങ്ങനത്തെ ഇലക്ട്രോൺസിനെ നമ്മൾ ഫ്രീ ഇലക്ട്രോൺസ് എന്നാണ് പറയുക. ഒരു കണ്ടക്ടറിൽ ഇതുപോലെയുള്ള ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും. ഈ അനിമേഷൻ നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. The free electrons in the conductor are moving continuously with a thermal speed of 10⁻⁶ meter per second. ആ കണ്ടക്ടറിലുള്ള ഓരോ ഫ്രീ ഇലക്ട്രോണും 10⁻⁶ മീറ്റർ പെർ സെക്കൻഡ് തെർമൽ സ്പീഡോട് കൂടി കണ്ടക്ടറിലൂടെ മൂവ് ചെയ്യും. പക്ഷേ ആ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ ഇലക്ട്രോണും വേറെ വേറെ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ദ ഫ്രീ ഇലക്ട്രോൺസ് ആർ മൂവിങ് ഇൻ റാൻഡം ഡയറക്ഷൻ. അതുകൊണ്ട് തന്നെ ആ എല്ലാ ഇലക്ട്രോൺസിൻ്റെയും നെറ്റ് തെർമൽ വെലോസിറ്റി എടുത്താൽ അത് 0 ആയിരിക്കും. We can say that the average thermal velocity of the electrons in the conductor is 0. So the net
നെറ്റ് കറൻറ്റ് ഫ്ലോ ത്രൂ ദ കണ്ടക്ടർ ഈസ് 0. നമ്മൾ വെറുതെ ഒരു കോപ്പർ വയർ എടുത്ത് കൈ പിടിച്ചാൽ നമുക്ക് ഷോക്കൊന്നും അടിക്കുന്നില്ല, കാരണം ആ കോപ്പർ വയറിലൂടെ കറണ്ട് ഇല്ല, അതിലൂടെ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഇലക്ട്രോൺസിൻ്റെ ആവറേജ് തെർമൽ വെലോസിറ്റി 0 ആയതുകൊണ്ട് നെറ്റ് കറൻറ്റ് ഫ്ലോയും 0 ആയിരിക്കും. അപ്പോൾ എപ്പോഴാണ് ഒരു കണ്ടക്ടറിലൂടെ കറൻറ്റ് ഫ്ലോ ചെയ്യുക? ഫോർ ദാറ്റ് വി അപ്ലൈ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി അക്രോസ് ദ കണ്ടക്ടർ. നമ്മൾ ആ കണ്ടക്ടറിന് അക്രോസ് ആയിട്ടൊരു വോൾട്ടേജ് കൊടുക്കും. ദെൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി സെറ്റ് അപ്പ് അക്രോസ് ദ കണ്ടക്ടർ ഫ്രം ദ പോസിറ്റീവ് ടു നെഗറ്റീവ് എൻഡ്. ആ കണ്ടക്ടറിലുള്ള എല്ലാ ഫ്രീ ഇലക്ട്രോൺസും ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻഫ്ലുവൻസിലാണ്. When negative charges are kept in an electric field, it experiences a force opposite to the field എന്നാണ്. ആ കണ്ടക്ടറിലുള്ള എല്ലാ ഇലക്ട്രോൺസും ഇലക്ട്രിക് ഫീൽഡിനെതിരായിട്ട് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ഇറ്റ് ഈസ് ഗിവൺ ബൈ എഫ് ഇസ് ഈക്വൽ ടു ക്യു ഇ. ഒരു ബോഡീൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ മൂവ് വിത്ത് ആൻ ആക്സിലറേഷൻ. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ആണ്. അപ്പോൾ ആ കണ്ടക്ടറിലുള്ള ഇലക്ട്രോൺസ് ഇലക്ട്രിക് ഫീൽഡിനെതിരെ ഒരു ആക്സിലറേഷനോട് കൂടി മൂവ് ചെയ്യും. പക്ഷേ ആ ഇലക്ട്രോൺസിൻ്റെ വെലോസിറ്റി കണ്ടിന്യൂസ് ആയിട്ട് കൂടില്ല കേട്ടോ. കാരണം ആ പോകുന്ന വഴിക്ക് ദ ഇലക്ട്രോൺസ് വിൽ കൊളൈഡ് വിത്ത് ദ അയോൺസ് പ്രസൻറ്റ് ഇൻ ദ കണ്ടക്ടർ ആൻഡ് ഗിവ് ദയർ എനർജി ടു ദ അയോൺസ്. അപ്പോൾ നമുക്കെന്ത് പറയാം? ഇലക്ട്രോൺസിൻ്റെ സ്പീഡ്, ഇലക്ട്രോൺസിൻ്റെ വെലോസിറ്റി കൂടുന്നത് രണ്ട് കൊളീഷൻസിൻ്റെ ഇടയിലാണ് എന്നല്ലേ. ദ ടൈം ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻസ് ഈസ് കോൾഡ് റിലാക്സേഷൻ ടൈം അല്ലെങ്കിൽ കൊളീഷൻ ടൈം. രണ്ട് കൊളീഷൻസിൻ്റെ ഇടയ്ക്കുള്ള സമയത്തിന് നമ്മൾ റിലാക്സേഷൻ ടൈം അല്ലെങ്കിൽ കൊളീഷൻ ടൈം എന്നാണ് പറയുക, ഡിനോട്ടഡ് ബൈ ടോ. ഇലക്ട്രോൺസ് ഡ്രിഫ്റ്റ് ചെയ്യുന്ന വെലോസിറ്റിക്ക് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്നാണ് പറയുക. അപ്പോൾ എന്താണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി? ദ വെലോസിറ്റി വിത്ത് വിച്ച് ആൻ ഇലക്ട്രോൺ ഇൻ എ കണ്ടക്ടർ ആൻ ഇലക്ട്രോൺ ഡ്രിഫ്റ്റ് ത്രൂ എ കണ്ടക്ടർ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പം ഒരു കണ്ടക്ടറിലുള്ള ഇലക്ട്രോൺസ് ഡ്രിഫ്റ്റ് ചെയ്യുന്ന, മൂവ് ചെയ്യുന്ന വെലോസിറ്റിക്കാണ് നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുക. ഡിനോട്ട് ചെയ്യുക വി ഡി എന്നുള്ള ലെറ്റർ കൊണ്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഇലക്ട്രോണിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു ക്യു ഇ. ഇലക്ട്രോണിൻ്റെ ചാർജ് ഇ ആണ്. സോ യു ക്യാൻ റൈറ്റ് എഫ് ഇസ് ഈക്വൽ ടു ഇ ഇ. ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു എഫ് ബൈ എം എന്നാണ്. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ എഫ് ഇസ് ഈക്വൽ ടു എം എ. അപ്പോൾ എ ഇസ് ഈക്വൽ ടു എഫ് ബൈ എം. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇ ബൈ എം. അങ്ങനെയാണെങ്കിൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി വരിക ആക്സിലറേഷൻ ഇൻറ്റു ടൈം എന്നാണ്. ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു വെലോസിറ്റി ബൈ ടൈം. വെലോസിറ്റി ഈക്വൽസ് ആക്സിലറേഷൻ ഇൻറ്റു ടൈം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി വി ഡി ഈക്വൽസ് ഇ ബൈ എം ഇൻറ്റു ടോ. ദിസ് ഇസ് ദ എക്സ്പ്രഷൻ ഫോർ ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഇനി അടുത്തത് വി ആർ ഗോയിങ് ടു ഡിറൈവ് ദ റിലേഷൻ ബിറ്റ്വീൻ ഡ്രിഫ്റ്റ് വെലോസിറ്റി ആൻഡ് ഇലക്ട്രിക് കറന്റ്. You consider a conductor of length L and area of cross section A. Let the total number of electrons in the conductor is capital N. ഈ കണ്ടക്ടറിലുള്ള ടോട്ടൽ ഇലക്ട്രോൺസിൻ്റെ എണ്ണം ക്യാപിറ്റൽ എൻ. ഈ കണ്ടക്ടറിൻ്റെ നമ്പർ ഡെൻസിറ്റി സ്മോൾ എൻ. നമ്പർ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം. അപ്പോൾ ഈ കണ്ടക്ടറിൽ ആകെയുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണം ക്യാപിറ്റൽ എന്നും യൂണിറ്റ് വോളിയത്തിലുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം സ്മോൾ എന്നും. എങ്ങനെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്നിനെയും സ്മോൾ എന്നിനെയും റിലേറ്റ് ചെയ്യുക? സ്മോൾ എൻ ഈക്വൽസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം അല്ലേ. ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ക്യാപിറ്റൽ എൻ ആണ്. ഈ കണ്ടക്ടറിന്റെ വോളിയം ഏരിയ ഇൻറ്റു ലെങ്ത് ആണ്. അപ്പൊ നമുക്ക് പറയാം ക്യാപിറ്റൽ എൻ ഈക്വൽസ് സ്മോൾ എൻ ഇൻറ്റു എ ഇൻറ്റു എൽ. ദിസ് ഇസ് ദ റിലേഷൻ കണക്ടിങ് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് നമ്പർ ഡെൻസിറ്റി. ഇനി നമ്മുടെ ഉദ്ദേശം എന്താ? ഇലക്ട്രിക് കറന്റും ഡ്രിഫ്റ്റ് വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ കാണാൻ എന്നുള്ളതാണ്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് അറിയുന്ന ഇക്വേഷൻ എഴുതാം. ഇലക്ട്രിക് കറന്റിന്റെ നമുക്ക് അറിയുന്ന ഇക്വേഷൻ എഴുതാം. I is equal to Q by T. ഞാൻ അതിന് ഇക്വേഷൻ 1 കൊടുത്തു കേട്ടോ. ഇനി ഞാൻ ചാർജ് Qനെ മാറ്റി എഴുതാൻ പോവാണ്.
നിങ്ങൾക്കറിയാം ആകെയുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം ക്യാപിറ്റൽ എൻ ആണെങ്കിൽ ചാർജ് ക്യൂ വരിക ക്യാപിറ്റൽ എൻ ഇൻറ്റു ഇ എന്നാണ്. ഇനി ക്യാപിറ്റൽ എന്നിന് സ്മോൾ എന്നിന്റെ ടേംസിലേക്ക് മാറ്റി എഴുതുക. ക്യൂ ഇസ് ഈക്വൽ ടു സ്മോൾ എൻ ഇൻറ്റു എ ഇൻറ്റു എൽ ഇൻറ്റു ഇ. ഞാൻ അതിന് ഇക്വേഷൻ 2 എന്ന് കൊടുത്തു. ഇനി ഞാൻ ഈ ടൈമിനെ വെലോസിറ്റീൻ്റെ ടേംസിലേക്ക് മാറ്റി എഴുതാൻ പോവാണ്. നിങ്ങൾക്കറിയാം വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്നല്ലേ. അപ്പൊ ഡിസ്റ്റൻസ് എന്താ വരിക? ഡിസ്റ്റൻസ് ഈക്വൽ അല്ല ടൈം എന്താ വരിക? ടൈം ഈക്വൽസ് ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി. ഒരു ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്രയാ? എൽ. ഇലക്ട്രോൺസിന്റെ വെലോസിറ്റി എത്രയാ? വി ഡി, ഡ്രിഫ്റ്റ് വെലോസിറ്റി അല്ലേ. അപ്പൊ നമുക്ക് ടൈം കേൾക്കണം എങ്ങനെ എഴുതാം? എൽ ബൈ വി ഡി. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? ക്യൂവിന് സ്മോൾ എന്നിന്റെ ടേംസിലേക്ക് മാറ്റി എഴുതി, ടൈമിന് വെലോസിറ്റിന്റെ ടേംസിലേക്ക് മാറ്റി എഴുതി. ഇനി ഇക്വേഷൻ 2ഉം 3ഉം എടുത്ത് ഇക്വേഷൻ 1ൽ കൊടുക്കുക. I is equal to NA LE by L by VD എന്നാണ് വരിക. എല്ലും എല്ലും ക്യാൻസൽ ആവും. യു വിൽ ഗെറ്റ് I is equal to NA VDE. N എന്ന് പറഞ്ഞാൽ നമ്പർ ഡെൻസിറ്റി, A എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദ കണ്ടക്ടർ, VD എന്ന് പറഞ്ഞാൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺസ്, E എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിന്റെ ചാർജ്. അപ്പൊ ഇതാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റിയും ഇലക്ട്രിക് കറന്റും തമ്മിലുള്ള റിലേഷൻ. ഇനി ഈ എക്സ്പ്രഷന്റെ ഡിസ്കഷൻ ആണ്. വി ആർ ഡിഫൈനിങ് എ ന്യൂ ടേം കറന്റ് ഡെൻസിറ്റി J. കറന്റ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ കറന്റ് ഫ്ലോയിങ് ത്രൂ യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് എ കണ്ടക്ടർ. അതിന്റെ ഫോർമുല എന്താ വരിക? J is equal to I by A, കറന്റ് ബൈ ഏരിയ. ഇറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ഇക്വേഷൻ നോക്കിയാൽ കാണാം, J is a വെക്ടർ ക്വാണ്ടിറ്റി. അപ്പൊ അതിന്റെ ഡയറക്ഷൻ ഉണ്ടാവും അല്ലെ. ദ ഡയറക്ഷൻ ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് പോസിറ്റീവ് ചാർജസ്. അപ്പൊ കറന്റ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്, പക്ഷെ കറന്റ് ഡെൻസിറ്റി ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഇതിന്റെ യൂണിറ്റ് എന്താ വരിക? കറന്റിന്റെ യൂണിറ്റ് ആംപിയർ, ഏരിയന്റെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ. അപ്പൊ കറന്റ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് വരിക ആംപിയർ പെർ മീറ്റർ സ്ക്വയർ. നമ്മൾ കറന്റും ഡ്രിഫ്റ്റ് വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ ഡെറൈവ് ചെയ്താണ്. അങ്ങനെയാണെങ്കിൽ കറന്റ് ഡെൻസിറ്റിയും ഡ്രിഫ്റ്റ് വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും വരിക? J എന്ന് പറഞ്ഞാൽ I by A അല്ലേ. അപ്പൊ A ഇങ്ങോട്ട് വന്നാൽ we can write J equals NVDE. So this gives the expression relation between current density and drift velocity. നമ്മളൊരു ടേമും കൂടി ഡിഫൈൻ ചെയ്യാൻ പോവാണ്, മൊബിലിറ്റി. ഡിനോട്ട് ചെയ്യുക മ്യൂ എന്നുള്ള ലെറ്റർ കൊണ്ടാണ് മൊബിലിറ്റി. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ദ ചാർജ് കാരിയർ ടു ദ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോഴാണ് ഇലക്ട്രോൺസിന് ഡ്രിഫ്റ്റ് വെലോസിറ്റി കിട്ടുക. അങ്ങനെയാണെങ്കിൽ മ്യൂ എന്ന് പറഞ്ഞാൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി ബൈ ഇലക്ട്രിക് ഫീൽഡ് ആണ്. വി ഡിന്റെ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇ ബൈ എം ഇൻറ്റു ടോ ഡിവൈഡഡ് ബൈ ഇ. രണ്ട് ഇയും ക്യാൻസൽ ആയിപ്പോ നിങ്ങൾക്ക് കിട്ടാം മ്യൂ ഈക്വൽസ് ഇ ടോ ബൈ എം. ഇ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിന്റെ ചാർജ്, ടോ എന്ന് പറഞ്ഞാൽ റിലാക്സേഷൻ ടൈം, എം എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ഇലക്ട്രോൺസ്. ഇനി മൊബിലിറ്റിന്റെ യൂണിറ്റ് എന്താ വരിക? മൊബിലിറ്റിന്റെ യൂണിറ്റ് വരിക മീറ്റർ സ്ക്വയർ വോൾട്ട് ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് കറന്റും മൊബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻ നമുക്ക് എഴുതാൻ പറ്റും. നമ്മൾ പറഞ്ഞതാണ് I is equal to NA VDE എന്നല്ലേ. വി ഡിന്റെ സ്ഥാനത്ത് ഡ്രിഫ്റ്റ് വെലോസിറ്റിന്റെ സ്ഥാനത്തിലേക്ക് മ്യൂ ഇ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് കറന്റ് I is equal to NA mu E into E. N എന്ന് പറഞ്ഞാൽ നമ്പർ ഡെൻസിറ്റി, A എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ കണ്ടക്ടർ, മ്യൂ മൊബിലിറ്റി, E the external electric field applied, small e charge of electron. ഇനി നമ്മൾ ചില ഡിവൈസിനെ പരിചയപ്പെടാം. ഈ കാണുന്നത് ഒരു അമ്മീറ്റർ ആണ്. അമ്മീറ്ററിന് രണ്ട് ടെർമിനൽസ് കാണും, ഒരു നെഗറ്റീവ് ടെർമിനലും പോസിറ്റീവ് ടെർമിനലും അല്ലേ. നമ്മൾ ഇതിലേക്കൊരു ബാറ്ററി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ബാറ്ററിയിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്രയാണെന്ന് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. 2 ആംപിയർ, 4 ആംപിയർ, 6 ആംപിയർ, അങ്ങനെ ഇതിൽ സ്കെയിൽ ഉണ്ട്. Ammeter is a device to measure the current flowing through a circuit. ഇതൊരു വോൾട്ട്മീറ്റർ ആണ്. വോൾട്ട്മീറ്റർ is a device to measure the potential difference അല്ലെങ്കിൽ വോൾട്ടേജ് in a circuit. ഇതിൽ നിങ്ങൾക്ക് 2 ആംപിയർ, 2 വോൾട്ട്, 4 വോൾട്ട്, 6 വോൾട്ട്, അങ്ങനെ നിങ്ങൾക്ക് വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് PD മെഷർ ചെയ്യാൻ പറ്റും. ഇതൊരു റിയോസ്റ്റാറ്റ് ആണ്. റിയോസ്റ്റാറ്റിന് 3 ടെർമിനൽസ് ഉള്ളത്.
2 ടെർമിനൽ താഴെയും 1 ടെർമിനൽ മുകളിലും. റിയോസ്റ്റാറ്റിൽ ഈ സ്ലൈഡർ മൂവ് ചെയ്യുമ്പോൾ ആ സർക്യൂട്ടിലുള്ള റെസിസ്റ്റൻസ് നമുക്ക് വേരി ചെയ്യാൻ പറ്റും. അപ്പോൾ റെസിസ്റ്റൻസ് ഈ സ്ലൈഡർ അതിലൂടെ ഇങ്ങനെ മൂവ് ചെയ്യിച്ചിട്ടാണ് നമ്മൾ റെസിസ്റ്റൻസ് വേരി ചെയ്യുക. അപ്പോൾ റെസിസ്റ്റൻസ് വേരി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് റിയോസ്റ്റാറ്റ്. ഇതൊരു വയറാണ്, ഒരു റെസിസ്റ്റൻസ് വയർ. ഇപ്പം നമ്മൾ ഓംസ് ലോ എന്നുള്ള എക്സ്പെരിമെന്റ് ലാബിൽ ചെയ്യുമ്പോൾ ഈ വയറിന്റെ റെസിസ്റ്റൻസ് ആണ് നമ്മൾ മെഷർ ചെയ്യുക. റെസിസ്റ്റൻസ് വയർ എന്നാണ് പറയുക. ഇതൊരു കീ ആണ്. ഈ കീ നമ്മളൊരു സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്തിട്ട് ഈ കീ അതിലേക്ക് ഇട്ട് കഴിഞ്ഞ് കീ അതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യും. നമുക്ക് എപ്പോഴെങ്കിലും കറണ്ട് സ്റ്റോപ്പ് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കീ റിമൂവ് ചെയ്താൽ മതി. കീ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. അപ്പം അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് കീ. ഇത് ഒരു റെസിസ്റ്റർ ആണ്. ഇറ്റ് ഈസ് എ കാർബൺ റെസിസ്റ്റർ. എ റെസിസ്റ്റർ ഈസ് എ ഡിവൈസ് ദാറ്റ് ഒപ്പോസ് ദ ഫ്ലോ ഓഫ് കറന്റ്. ഇതിൽ നിങ്ങൾക്ക് റിങ്സ് കാണാം അല്ലെ, കളറുള്ള റിങ്സ് കാണാം. ഓരോ കളറിനും ഒരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ നോക്കിയിട്ട് നമ്മൾ ഈ കാർബൺ റെസിസ്റ്ററിന്റെ എത്ര ഓമാണ് എന്ന്, ഈ കാർബൺ റെസിസ്റ്റർ എത്ര ഓമാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കളർ കോഡ് എന്ന് അതിന് പറയാം. ദാറ്റ് വി വിൽ ഡീൽ ലേറ്റർ. അടുത്തത് ഓംസ് ലോ. നമ്മൾ ഒരു കണ്ടക്ടറിന് അക്രോസ് ആയിട്ട് ഒരു വോൾട്ടേജ് വി കൊടുക്കുകയാണെങ്കിൽ ആ കണ്ടക്ടറിലുള്ള ഇലക്ട്രോൺസ് ഡ്രിഫ്റ്റ് ചെയ്യാൻ തുടങ്ങും. കണ്ടക്ടറിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. നമ്മളൊരു വോൾട്ടേജ് വി കൊടുത്താലേ കണ്ടക്ടറിലൂടെ കറണ്ട് ഉണ്ടാവുള്ളൂ. നമ്മൾ കൊടുക്കുന്ന വി കൂടുതലാണെങ്കിലോ കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്യും. അതാണ് ഓംസ് ലോ. In all conductors, the current flowing is directly proportional to the potential difference between its ends. ഒരു കണ്ടീഷൻ ഉണ്ട്, when the temperature is a constant. അപ്പോൾ ഒരു കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വിക്ക് പ്രൊപ്പോർഷണൽ ആണ്. ഇതാണ് നമ്മൾ ഇക്വേഷൻ വരിക, വി പ്രൊപ്പോർഷണൽ ടു ഐ ഓർ വി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ആർ ഇൻറ്റു ഐ. ആറിന് പറയുക റെസിസ്റ്റൻസ്. നമ്മൾ എഴുതുമ്പോൾ വി ഈസ് ഈക്വൽ ടു ഐ ആർ. ഇതാണ് ഓംസ് ലോ. ഇൻ ഓൾ കണ്ടക്ടേഴ്സ് the current flowing is directly proportional to the potential difference if the temperature is a constant. ആ കണ്ടീഷൻ ഉണ്ട് അവിടെ, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആവണം. ഇങ്ങനെ നമ്മൾ ഇക്വേഷൻ ആക്കി എഴുതുക, വി ഈസ് ഈക്വൽ ടു ഐ ആർ. നമുക്കിത് ലാബിൽ എക്സ്പെരിമെന്റ് ആയിട്ട് ചെയ്യാനുണ്ട്. നമ്മൾ ഓംസ് ലോ ഉപയോഗിച്ചിട്ട് ഒരു വയറിന്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കും. എങ്ങനെയാണ് അതിന്റെ സർക്യൂട്ട് ഡയഗ്രാം വരിക നോക്കുക. ഇതൊരു ബാറ്ററിയാണ്. ബാറ്ററിന്റെ പോസിറ്റീവ് അമ്മീറ്ററിന്റെ പോസിറ്റീവിലേക്ക് കൊടുത്തിട്ടുണ്ട്. അമ്മീറ്ററിന്റെ നെഗറ്റീവ് റെസിസ്റ്റൻസ് വയറിലേക്ക് കൊടുത്തിട്ടുണ്ട്. അമ്മീറ്റർ കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഈ റെസിസ്റ്റൻസ് വയറിന്റെ റെസിസ്റ്റൻസ് ആണ് നമുക്ക് കാണേണ്ടത്. റെസിസ്റ്റൻസ് വയർ ഒരു റിയോസ്റ്റാറ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. റിയോസ്റ്റാറ്റ് ഒരു കീയിലേക്കും കീ ബാറ്ററിയിലേക്കും കൊടുത്തിട്ടുണ്ട്. പി ഡി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വോൾട്ട് മീറ്റർ റെസിസ്റ്റൻസിന് പാരലലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് എക്സ്പെരിമെന്റൽ സെറ്റപ്പ്. ഇനി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ കീ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യും. അപ്പൊ ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. നമ്മൾ അമ്മീറ്ററിൽ കറണ്ടിന്റെ വാല്യൂ നോക്കും. എന്നിട്ട് വോൾട്ട് മീറ്ററിലുള്ള പി ഡി വോൾട്ടേജിന്റെ വാല്യൂ നോക്കും. അപ്പൊ നമുക്ക് ഐയും വിയും കിട്ടി. നമ്മൾ ആർ കാൽക്കുലേറ്റ് ചെയ്യും. ആർ ഇസ് ഈക്വൽ ടു വി ബൈ ഐ. ഇനി നമുക്ക് റീഡിങ് വേരി ചെയ്യണം. ഒരൊറ്റ റീഡിങ് എടുത്തിട്ടല്ല നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യാം. നമ്മൾ 4-5 റീഡിങ്സ് എടുക്കും. ഇപ്പൊ റീഡിങ് വേരി ചെയ്യാൻ വേണ്ടി നിങ്ങൾ റിയോസ്റ്റാറ്റ് ലേശം ഒന്ന് സ്ലൈഡ് ചെയ്യിക്കും. റിയോസ്റ്റാറ്റ് ലേശം ഒന്ന് സ്ലൈഡ് ചെയ്യിക്കും. ഇപ്പൊ റിയോസ്റ്റാറ്റ് വേരി ചെയ്യുമ്പോൾ കറണ്ടിന്റെ വാല്യൂ മാറും. അപ്പൊ കറസ്പോണ്ടിങ് ആയിട്ട് വിന്റെ വാല്യൂ മാറും. വീണ്ടും നമ്മൾ ഐയും വിയും മെഷർ ചെയ്യും. എന്നിട്ട് വി ബൈ ഐ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 6 കിട്ടും. നേരത്തെ കിട്ടിയ ആറിന്റെ അതേ വാല്യൂ തന്നെ നമുക്ക് ഇപ്പോഴും കിട്ടുക കേട്ടോ. 6 വ്യത്യാസം ഉണ്ടാവില്ല, 6 കോൺസ്റ്റന്റ് ആണ്. വീണ്ടും നമ്മൾ റിയോസ്റ്റാറ്റ് വേരി ചെയ്യും. റിയോസ്റ്റാറ്റ് വേരി ചെയ്തിട്ട് വീണ്ടും നമ്മൾ കറന്റും വോൾട്ടേജും മെഷർ ചെയ്യും. അപ്പൊ നമുക്ക് വിയും ഐയും കിട്ടും. എന്നിട്ട് ആർ ഇസ് ഈക്വൽ ടു വി ബൈ ചെയ്ത് നമ്മൾ വീണ്ടും ആറിന്റെ വാല്യൂ കണ്ടുപിടിക്കും. അങ്ങനെ 3-4 പ്രാവശ്യം നമ്മൾ റിയോസ്റ്റാറ്റ് വേരി ചെയ്ത് വിയും ഐയും മെഷർ ചെയ്ത് ആറിന്റെ വാല്യൂ കണ്ടുപിടിക്കും. യു ക്യാൻ സീ ദാറ്റ് ആർ ഈസ് എ കോൺസ്റ്റന്റ്. നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്ത കണ്ടുപിടിച്ച വിയും ഐയും വെച്ച് നമ്മൾ ഗ്രാഫ് വരയ്ക്കും. വി ഐ ഗ്രാഫ് എന്നാണ് അതിന് പറയുക.
ഈ ഗ്രാഫിൽ വോൾട്ടേജ് ഈസ് ടേക്കൺ അലോങ് എക്സ് ആക്സിസ് ആൻഡ് കറണ്ട് ഈസ് ടേക്കൺ അലോങ് വൈ ആക്സിസ്. വി പ്രൊപ്പോർഷണൽ ടു ഐ എന്നാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഗ്രാഫിന്റെ നേച്ചർ എങ്ങനെയാ വരിക? സ്ട്രെയിറ്റ് ലൈനാണ് വരിക, ഈ രീതിയിലാണ് വരിക. അപ്പം ഓംസ് ലോയിൽ വി ഐ ഗ്രാഫിന്റെ ഷേപ്പ് ഇങ്ങനെയാണ് വരിക. നമ്മൾ ലാബിൽ ചെയ്ത റീഡിങ്സ് ഒക്കെ വെച്ചിട്ട് ഒരു ഗ്രാഫ് വരച്ചിട്ടുണ്ട്. ആ ഗ്രാഫ് ഒന്ന് നോക്കുക. ഇതാണ് ആ ഗ്രാഫ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ആദ്യം നമ്മൾ ഐ നമ്മൾ ഇത്ര മെഷർ ചെയ്തു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വി കിട്ടി. വീണ്ടും നമ്മൾ ഐ മെഷർ ചെയ്തു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വി കിട്ടി. കണ്ടില്ലേ? വീണ്ടും നമ്മൾ ഐ മെഷർ ചെയ്തു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ വി എടുത്തു. അത് വെച്ചിട്ട് നമ്മൾ ഗ്രാഫ് വരച്ചു. ഈ ഗ്രാഫിൽ എക്സ് ആക്സിസിൽ കറന്റും വൈ ആക്സിസിൽ വോൾട്ടേജുമാണ് എടുത്തിരിക്കുന്നത്. ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് ആണെന്ന് കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. സ്ലോപ്പ് എടുക്കുകയാണെങ്കിൽ ബി സി ബൈ എ ബി എന്നാണ് വരിക. സ്ലോപ്പ് ഇസ് ഈക്വൽ ടു ബി സി ബൈ എ ബി. ബി സി ഇതാണ് ബി സി. ബി സി എന്ന് പറഞ്ഞാൽ എന്താ? വോൾട്ടേജ് ആണ്. എ ബി എന്ന് പറഞ്ഞാൽ എന്താ? കറന്റ് ആണ്. അപ്പൊ ബി സി ബൈ എ ബി എന്ന് പറഞ്ഞാല് വി ബൈ ഐ എന്നാണ് വരിക. വി ബൈ എന്ന് പറഞ്ഞാൽ എന്താ? റെസിസ്റ്റൻസ് ആണ്. അപ്പൊ എങ്ങനെയാണ് ഒരു വി ഐ ഗ്രാഫ് എന്ന് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക? സ്ലോപ്പ് ഓഫ് ദ വി ഐ ഗ്രാഫ് ഗീവ്സ് റെസിസ്റ്റൻസ്. ഇതാണ് ഓംസ് ലോ. അപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് റെസിസ്റ്റൻസ് കാണാൻ പറ്റും. ഒന്ന് ഫ്രം ഇക്വേഷൻ റെസിസ്റ്റൻസ് ആർ ഇസ് ഈക്വൽ ടു വി ബൈ ഐ. രണ്ട്, വി ഐ ഗ്രാഫ് വരച്ചിട്ട് അതിന്റെ സ്ലോപ്പ് കാണുക. സ്ലോപ്പ് ഓഫ് ദ വി ഐ ഗ്രാഫ് ഗീവ്സ് റെസിസ്റ്റൻസ്. ഇനി നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അതിൽ ആദ്യത്തെ പോയിന്റ്, റെസിസ്റ്റൻസ് ആർ ഈസ് സ്കേലാർ. റെസിസ്റ്റൻസ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. ഇനി രണ്ടാമത്തെ പോയിന്റ്, റെസിസ്റ്റൻസ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു? റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഡിപ്പെൻഡ്സ് ഓൺ ഒന്ന് ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ ആർ പ്രൊപ്പോർഷണൽ ടു എൽ. ലെങ്ത് കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടും. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ കണ്ടക്ടർ ആർ പ്രൊപ്പോർഷണൽ ടു 1/a. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുമ്പം ആ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് കുറയും. മൂന്നാമത്തത്, റെസിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് ഓൺ മെറ്റീരിയൽ. ഓരോ മെറ്റീരിയലിനും ഓരോ റെസിസ്റ്റൻസ് ആണ്. കോപ്പറിന്റെ റെസിസ്റ്റൻസ് അല്ല ബ്രാസിന്, ബ്രാസിന്റെ റെസിസ്റ്റൻസ് അല്ല അലൂമിനിയത്തിന്. ഓരോ മെറ്റീരിയലിനും ഓരോ റെസിസ്റ്റൻസ് ആണ്. ഇവിടെ വൈ എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ. നമുക്ക് കണ്ടുപിടിക്കണം. വി ഷുഡ് എക്സ്പ്ലെയിൻ. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് അതാണ്. എന്തുകൊണ്ടാണ് മെറ്റീരിയലിന് മാറുമ്പോൾ റെസിസ്റ്റൻസ് മാറണം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. നാലാമത്തെ പോയിന്റ്, ആർ ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. നമ്മളൊരു കോപ്പർ വയർ എടുക്കുക, ആ കോപ്പർ വയറിന്റെ റൂം ടെമ്പറേച്ചറിലെ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആ കോപ്പർ വയറിനെ ഹീറ്റ് ചെയ്യുക. ഹീറ്റ് ചെയ്തിട്ട് വീണ്ടും റെസിസ്റ്റൻസ് മെഷർ ചെയ്യുക. യു ക്യാൻ സീ ദാറ്റ് ദ റെസിസ്റ്റൻസ് ഈസ് ചേഞ്ചിങ്. റെസിസ്റ്റൻസ് മാറിയിട്ടുണ്ടാവും. അപ്പോൾ വി ക്യാൻ സേ ദാറ്റ് റെസിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. ഇവിടെ കണ്ടില്ലേ വൈ, അതാണ് നമുക്ക് കാണാനുള്ളത് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അതാണ്, എന്തുകൊണ്ടാണ് മെറ്റീരിയല് മാറുമ്പോൾ റെസിസ്റ്റൻസ് മാറുന്നത്, എന്തുകൊണ്ടാണ് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. So we can say that resistance depends on 4 factors. ഒന്ന് ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ, രണ്ട് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ കണ്ടക്ടർ, മൂന്ന് മെറ്റീരിയൽ, നാല് ടെമ്പറേച്ചർ. ഇനി അടുത്ത റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ്. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം. ഡിനോട്ട് ചെയ്യുക ഈ സിമ്പല് വെച്ചിട്ടാണ്. ഇനി നമ്മൾ 1 ഓമിനെ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. അതിന് എല്ലാ ടേംസും 1 ആക്കിയാൽ മതി. ആദ്യം ആറിന്റെ ഇക്വേഷൻ എഴുതുക. ആർ ഇസ് ഈക്വൽ ടു വി ബൈ ഐ. If V is equal to 1 volt, I is equal to 1 ampere, then resistance R equals 1 ohm. ഒരു കണ്ടക്ടറിൽ നമ്മൾ 1 വോൾട്ട് പി ഡി അപ്ലൈ ചെയ്തപ്പം അതിൽ ഡെവലപ്പ് ആയ കറന്റ് 1 ആംപിയർ ആണെങ്കിൽ നമ്മൾ പറയും ആ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് 1 ohm ആണ്. The resistance of a conductor is 1 ohm if a current of 1 ampere flows through it when a PD of 1 volt is applied. ഇനി നാലാമത്തെ പോയിന്റ്, റെസിസ്റ്റൻസിന്റെ ഡയമെൻഷണൽ ഫോർമുലയാണ്. നിങ്ങൾക്കറിയാം ഡയമെൻഷണൽ ഫോർമുല ഫോർ റെസിസ്റ്റൻസ് ഈക്വൽസ് ഡയമെൻഷണൽ ഫോർമുല ഫോർ വി വോൾട്ടേജ് ബൈ ഡയമെൻഷണൽ ഫോർമുല ഫോർ ഐ. അതിന് പി ഡിന്റെ ഡയമെൻഷണൽ ഫോർമുല കാണാതെ അറിയില്ലെങ്കിൽ അതിന്റെ ഇക്വേഷൻ എഴുതിയാൽ മതി. വി ഇസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ക്യൂ എന്നാണ്. ഡബ്ല്യു ഈക്വൽസ് ക്യൂ വി എന്നാണ്. വി ഇസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ക്യൂ. അപ്പൊ വിന്റെ സ്ഥാനത്ത് ഡബ്ല്യു ബൈ ക്യൂ എന്ന് എഴുതാം. എന്നിട്ട് ഡബ്ല്യുവിന്റെ ഡയമെൻഷണൽ ഫോർമുല ml² t⁻², ചാർജിന്റെ ഡയമെൻഷണൽ ഫോർമുല IT, കറന്റിന്റെ ഡയമെൻഷണൽ ഫോർമുല I. You will get the dimensional formula for resistance is ml² t⁻³ I⁻². ഈ റെസിസ്റ്റൻസിന്റെ സിമ്പൽ ആണ്. സർക്യൂട്ട് ഡയഗ്രത്തിലൊക്കെ നിങ്ങൾ റെസിസ്റ്റൻസ് ഈ സിമ്പൽ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. ഇനി അടുത്തത്
കളർ കോഡ് ഓഫ് റെസിസ്റ്റേഴ്സ്. നമ്മൾ ഒരു കാർബൺ റെസിസ്റ്ററിന്റെ ചിത്രം നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. കാർബൺ റെസിസ്റ്ററിൽ 4 കളേർഡ് റിങ്സ് ഉണ്ടാവും അല്ലേ. ഈ ഫസ്റ്റ് റിങ്ങിന് പറയാ ഫസ്റ്റ് ഡിജിറ്റ് എന്നാണ്, സെക്കൻഡ് റിങ്ങിന് പറയാ സെക്കൻഡ് ഡിജിറ്റ്, തേർഡ് റിങ്ങിന് പറയാ മൾട്ടിപ്ലയർ, 4ാമത്തെ റിങ്ങിന് പറയാ ടോളറൻസ്. ഓരോ റിങ്ങിനും ഓരോ കളർ ഉണ്ടാവും. ഇപ്പം 1ാമത്തെയോ 2ാമത്തെയോ റിംഗ് ആയിട്ട് ബ്ലാക്ക് ആണ് വരുന്നത് എങ്കിൽ നമ്മൾ കൊടുക്കേണ്ട വാല്യൂ 0. ഇനി ബ്ലാക്ക് 3ാമത്തെ റിങ് അഥവാ മൾട്ടിപ്ലയർ ആയിട്ടാണ് വരുന്നത് എങ്കിൽ നമ്മൾ കൊടുക്കേണ്ട വാല്യൂ 10⁻⁴. ഇനി അതല്ല ബ്രൗൺ ആണ് ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ഡിജിറ്റ് ആയിട്ട് ബ്രൗൺ ആണ് വരുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട വാല്യൂ 1. ബ്രൗണ് തേർഡ് റിങ് അഥവാ മൾട്ടിപ്ലയർ ആയിട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട വാല്യൂ 10⁻⁴. ഇനി ഫസ്റ്റോ അല്ലെങ്കിൽ സെക്കൻഡോ ഡിജിറ്റ് ആയിട്ട് റെഡ് ആണ് വരുന്നത് എങ്കിൽ നമ്മൾ കൊടുക്കേണ്ട വാല്യൂ 2. റെഡ് മൾട്ടിപ്ലയർ ആയിട്ടാണ് വരുന്നത് എങ്കിൽ നമ്മൾ കൊടുക്കേണ്ട വാല്യൂ 10⁻3. ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ഡിജിറ്റ് ആയിട്ട് ഓറഞ്ച് ആണ് വരുന്നത് എങ്കിൽ നമ്മൾ കൊടുക്കേണ്ട വാല്യൂ 3. ഓറഞ്ച് മൾട്ടിപ്ലയർ ആയിട്ടാണ് വരുന്നത് എങ്കിൽ 10⁻3. യെല്ലോ ആണ് ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ഡിജിറ്റ് ആയിട്ട് വരുന്നത് എങ്കിൽ വാല്യൂ 4 ആണ്. യെല്ലോ മൾട്ടിപ്ലയർ ആയിട്ടാണ് വരുന്നത് എങ്കിൽ 10⁻4. ഇനി ഗ്രീൻ ആണ് ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ഡിജിറ്റ് ആയിട്ട് വരുന്നത് എങ്കിൽ വാല്യൂ 5 ആണ്. ഗ്രീന് മൾട്ടിപ്ലയർ ആണ് എങ്കിൽ വാല്യൂ 10⁻5. ബ്ലൂ ആണ് ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ഡിജിറ്റ് എങ്കിലോ വാല്യൂ 6 കൊടുക്കണം. ബ്ലൂ മൾട്ടിപ്ലയർ ആണെങ്കിൽ വാല്യൂ വരിക 10⁻6. വയലറ്റ് ആണ് ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ഡിജിറ്റ് എങ്കിൽ വാല്യൂ 7 ആണ്. വയലറ്റ് മൾട്ടിപ്ലയർ ആണെങ്കിൽ 10⁻7. ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ഡിജിറ്റ് ആയിട്ട് ഗ്രേ ആണ് വരുന്നത് എങ്കിൽ നമ്മൾ കൊടുക്കേണ്ട വാല്യൂ 8. ഗ്രേ മൾട്ടിപ്ലയർ ആണെങ്കിൽ 10⁻8. വൈറ്റ് ആണ് ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ഡിജിറ്റ് എങ്കിൽ നമ്മൾ കൊടുക്കേണ്ട വാല്യൂ 9. വൈറ്റ് മൾട്ടിപ്ലയർ ആയിട്ടാണ് വരുന്നതെങ്കിൽ 10⁻9. ഈ 4ാമത്തെ റിങ്ങിന് ടോളറൻസ് എന്നാ പറയാ. ഈ 4ാമത്തെ റിങ്ങിന്റെ കളറ് ഒന്നെങ്കിൽ ഗോൾഡ് ആയിരിക്കും, അല്ലെങ്കിൽ സിൽവർ ആയിരിക്കും, അല്ലെങ്കിൽ ഇത് രണ്ടുമല്ലാത്ത ഒരു കളർ ആയിരിക്കും. നമ്മൾ അതിന് നൺ എന്നാണ് പറയാ, അല്ലെങ്കിൽ നോ കളർ എന്നും പറയും. ഇപ്പൊ 4ാമത്തെ കളറായിട്ട് ടോളറൻസ് ആയിട്ട് ഗോൾഡ് ആണ് വരുന്നത് എങ്കിൽ ഗോൾഡിന്റെ വാല്യൂ ±5%. സിൽവർ ആണ് ടോളറൻസ് ആയിട്ട് വരുന്നത് എങ്കിൽ ±10%. ആ രണ്ട് കളറുമല്ല നോ കളർ ആണെങ്കിൽ ടോളറൻസിന്റെ വാല്യൂ ±20%. അപ്പൊ ഇതിന് കളർ കോഡ് ഓഫ് റെസിസ്റ്റേഴ്സ് എന്നാണ് പറയാ. അപ്പൊ ഇത് ഓർക്കാൻ വേണ്ടി ഒരു സൂത്രവാക്യമുണ്ട്. ഓരോ കളറിന്റെയും വാല്യൂ ഓർക്കാൻ വേണ്ടിയിട്ടൊരു സൂത്രവാക്യമുണ്ട്. ബി റോയ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ഹാസ് എ വെരി ഗുഡ് വൈഫ് എന്നാണ്. നമ്മൾ ചുരുക്കി എഴുതുകയാണെങ്കിൽ ബി റോയ് ഗ്രേറ്റ് ബ്രിട്ടൻസ് വെരി ഗുഡ് വൈഫ്. ബ്ലാക്ക്, ബ്രൗൺ, റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ, വയലറ്റ്, ഗ്രേ, വൈറ്റ്. 0, 1, 2, 3, 4, 5, 6. വയലറ്റിന് 7, ഗ്രേക്ക് 8, വൈറ്റിന് 9. അപ്പൊ ഈ ഒരു സൂത്രവാക്യം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഓരോ കളറിന്റെയും ഫസ്റ്റ് ഡിജിറ്റ്, സെക്കൻഡ് ഡിജിറ്റ് അല്ലെങ്കിൽ മൾട്ടിപ്ലയർ ഓർത്ത് വെക്കാൻ പറ്റും. നമുക്കൊരു പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം. Find the value of R if the color band is green, brown, yellow and gold. അപ്പോൾ ഫസ്റ്റ് കളർ ഗ്രീൻ ആണ്. ഗ്രീന് ഫസ്റ്റ് കളർ വരികയാണെങ്കിൽ, ഫസ്റ്റോ സെക്കൻഡോ വരികയാണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട വാല്യൂ എത്രയാണ്? 5. അപ്പൊ ഗ്രീനിന് നമ്മൾ കൊടുക്കുന്ന വാല്യൂ 5. രണ്ടാമത്തെ ഡിജിറ്റ് ആയിട്ട് ഏതാണ്? ബ്രൗൺ അല്ലേ? ബ്രൗണ് ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ആയിട്ട് വരികയാണെങ്കിൽ 1 കൊടുക്കണം. മൂന്നാമത്തത് യെല്ലോ മൾട്ടിപ്ലയർ ആണ്. യെല്ലോ മൾട്ടിപ്ലയർ ആണെങ്കിൽ വാല്യൂ എത്രയാ? 10⁻4. അപ്പൊ നമ്മൾ യെല്ലോക്ക് 10⁻4. ടോളറൻസ് ഗോൾഡ് ആണ് അല്ലേ? ഗോൾഡിന്റെ ടോളറൻസ് എത്രയാ? ±5%. അപ്പൊ നമുക്ക് എത്രയാ കിട്ടുക? ഗ്രീനിന്റെ 5, ബ്രൗണിൻ്റെത് 1, യെല്ലോ മൾട്ടിപ്ലയർ ആകുമ്പോൾ ഇൻറ്റു 10⁻4 എന്ന് കൊടുക്കുക. പിന്നെ ഗോൾഡ് ടോളറൻസ് ആകുമ്പോൾ ±5%. ഇതൊന്ന് മാറ്റി എഴുതിയല്ലോ.
510 into 10 raised to 3 plus or minus 5% എന്ന് എഴുതാൻ പറ്റും. 10 raised to 3 എന്ന് പറഞ്ഞാൽ കിലോ ആണ് അല്ലേ? അപ്പോൾ യു ക്യാൻ റൈറ്റ് 510 കിലോ ഓം പ്ലസ് ഓർ മൈനസ് 5%. ഇതിന്റെ അർത്ഥം എന്താ? ഈ കാർബൺ, നമ്മൾ പറഞ്ഞ ഈ കാർബൺ റെസിസ്റ്ററിന്റെ വാല്യൂ 510 കിലോ ഓം ആണ്. അതിനേക്കാൾ 5% കൂടാനും കുറയാനും സാധ്യതയുണ്ട് എന്നാണ്. The resistance of this resistor is 510 kilo ohm. The resistance will be greater or less by 5%. 510 കിലോ ഓം ആണ് റെസിസ്റ്റൻസ്. അതിനേക്കാൾ 5% കൂടാനും കുറയാനും ചാൻസ് ഉണ്ട്. ഇനിയൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വയം ചെയ്ത് നോക്കാനുള്ളതാണ്. നിങ്ങൾ ഹോംവർക്കായിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. റൈറ്റ് ദ കളർ ബാൻഡ് ഇഫ് ദ റെസിസ്റ്റൻസ് ഈസ് 6300 കിലോ ഓം. നിങ്ങൾക്ക് തന്ന റെസിസ്റ്ററിന്റെ വാല്യൂ 6300 കിലോ ഓം ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ കളർ ബാൻഡ് ഒന്ന് എഴുതി നോക്കുക. ഇനി അടുത്തത് റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റിക്ക് ഒരു പേരും കൂടിയുണ്ട്, സ്പെസിഫിക് റെസിസ്റ്റൻസ്. അത് ഡിനോട്ട് ചെയ്യുക റോ എന്നുള്ള ലെറ്റർ കൊണ്ടാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് റെസിസ്റ്റൻസ് ആർ ഈസ് പ്രൊപ്പോർഷണൽ ടു എൽ. ഓൾസോ റെസിസ്റ്റൻസ് ആർ ഈസ് പ്രൊപ്പോർഷണൽ ടു 1/a. അപ്പോൾ നമുക്ക് എഴുതാം റെസിസ്റ്റൻസ് ആർ പ്രൊപ്പോർഷണൽ ടു എൽ ബൈ എ അല്ലേ? ഓർ ആർ ഈക്വൽസ് എ കോൺസ്റ്റന്റ് റോ ഇൻറ്റു എൽ ബൈ എ. ഈ കോൺസ്റ്റന്റ് എന്ന് പറയുന്ന പേരാണ് റെസിസ്റ്റിവിറ്റി. അപ്പം നമുക്ക് ഫോർമുല എഴുതാം. റോ ഈസ് ഈക്വൽ ടു ആർ എ ബൈ എൽ. നമ്മൾ റെസിസ്റ്റിവിറ്റി ഡിഫൈൻ ചെയ്യാൻ പോവാണ്. എല്ലാ ടേംസും 1 ആക്കിയാൽ മതി. എ 1 മീറ്റർ സ്ക്വയർ, എൽ 1 മീറ്റർ. അങ്ങനെയാണെങ്കിൽ റോ എന്താ വരിക? റോ ഈസ് ഈക്വൽ ടു ആർ. സോ യു ക്യാൻ റൈറ്റ് റെസിസ്റ്റിവിറ്റി ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് എ വയർ ഓഫ് യൂണിറ്റ് ലെങ്ത് ആൻഡ് യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. 1 മീറ്റർ നീളമുള്ള 1 മീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ഒരു വയറിന്റെ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. റെസിസ്റ്റിവിറ്റി ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് എ വയർ ഓഫ് 1 മീറ്റർ ലെങ്ത് ആൻഡ് 1 മീറ്റർ സ്ക്വയർ ഏരിയ. ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് റെസിസ്റ്റിവിറ്റി എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യാന്നാണ്. റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് 4 കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ? ലെങ്ത്, ഏരിയ, മെറ്റീരിയൽ, ടെമ്പറേച്ചർ. റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്തിന്റെ റെസിസ്റ്റൻസ് ആണ്? നോക്കിയാൽ കാണാം, യൂണിറ്റ് ലെങ്ത് ഉള്ള യൂണിറ്റ് ഏരിയ ഉള്ള ഒരു വയറിന്റെ റെസിസ്റ്റൻസ് ആണ്. അപ്പൊ ലെങ്ത് 1 മീറ്റർ ആണ്, ഏരിയ 1 മീറ്റർ സ്ക്വയർ ആണ്. അങ്ങനെയുള്ള ഒരു വയറിന്റെ റെസിസ്റ്റൻസ് ആണ് റെസിസ്റ്റിവിറ്റി. അപ്പൊ റെസിസ്റ്റിവിറ്റി എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുക? മെറ്റീരിയലിനെയും ടെമ്പറേച്ചറിനെയും. നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ടാണ് ലെങ്ത്തും ഏരിയ ഇല്ലാത്തതെന്ന് അല്ലേ? നമ്മളിവിടെ പറയുന്നുണ്ട് റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ വയറാണ്? 1 മീറ്റർ നീളമുള്ള 1 മീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള വയറാണ്. അപ്പൊ പിന്നെ ലെങ്ത്തിന്റെ വാല്യൂ എത്രയാണ്? 1 മീറ്റർ. ഏരിയന്റെ വാല്യൂ എത്ര? 1 മീറ്റർ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റിവിറ്റി പിന്നെ എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുക? മെറ്റീരിയലിനെയും ടെമ്പറേച്ചറിനെയും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുക ലെങ്ത്, ഏരിയ, മെറ്റീരിയൽ, ടെമ്പറേച്ചർ. റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ലെങ്ത് ഉള്ള യൂണിറ്റ് ഏരിയ ഉള്ള ഒരു വയറിന്റെ റെസിസ്റ്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുക മെറ്റീരിയലിനെയും ടെമ്പറേച്ചറിനെയും ആണ്. ഇനി അടുത്തത് റെസിസ്റ്റിവിറ്റിന്റെ യൂണിറ്റ് ആണ്. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം, ഏരിയന്റെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ, ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ. ഇതിൽ മീറ്റർ സ്ക്വയറും മീറ്ററും കട്ടായി പോയാൽ റെസിസ്റ്റിവിറ്റിന്റെ യൂണിറ്റ് വരാം ഓം മീറ്റർ. ഇനി അതിന്റെ ഡയമെൻഷണൽ ഫോർമുലയാണ്. ഡയമെൻഷണൽ ഫോർമുല ഫോർ റോ ഈക്വൽസ് ഡയമെൻഷൻ ഓഫ് ആർ ഇൻറ്റു ഡയമെൻഷണൽ ഫോർമുല ഓഫ് എ ബൈ ഡയമെൻഷണൽ ഫോർമുല ഓഫ് എൽ. ആറിന്റെ ഡയമെൻഷണൽ ഫോർമുല നേരത്തെ കണ്ടതാണ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഏരിയൻ്റെത് എൽ സ്ക്വയർ, ലെങ്ത്തിൻ്റെത് എൽ. നിങ്ങൾക്ക് എന്താ കിട്ടുക? എം എൽ സ്ക്വയർ ടി റേസ് ടു -3 ഐ റേസ് ടു -2. അപ്പൊ ഇതാണ് റെസിസ്റ്റിവിറ്റി. ഇറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് എ വയർ ഓഫ് യൂണിറ്റ് ലെങ്ത് ആൻഡ് യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. 2 കാര്യങ്ങളാണ് ഇത് ഡിപ്പെൻഡ് ചെയ്യുക. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ മെറ്റീരിയൽ ആൻഡ് ടെമ്പറേച്ചർ. ഇനി അടുത്തത് കണ്ടക്ടൻസ് ആണ്. കണ്ടക്ടൻസ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ്. ജി എന്നാണ് ഡിനോട്ട് ചെയ്യുക. ജി ഈക്വൽസ് 1/r.
റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം ആണ്. അപ്പൊ കണ്ടക്ടൻസിന്റെ യൂണിറ്റ് വരിക ഓം ഇൻവേഴ്സ്, അല്ലെങ്കിൽ ഓമിനെ തിരിച്ചെഴുതാറുണ്ട് മോ. ഒരു യൂണിറ്റും കൂടി ഉണ്ട് സീമൻ. അപ്പൊ കണ്ടക്ടൻസിന് 3 യൂണിറ്റ് ഉണ്ട്, ഓം ഇൻവേഴ്സ് അല്ലെങ്കിൽ മോ അല്ലെങ്കിൽ സീമൻ. ഇനി അടുത്തത് കണ്ടക്ടിവിറ്റി ആണ്. ഇറ്റ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി. നമുക്ക് പറയാം സിഗ്മ ഈക്വൽസ് 1/ρ. കണ്ടക്ടിവിറ്റി ഡിനോട്ട് ചെയ്യുക സിഗ്മ എന്നുള്ള ലെറ്റർ കൊണ്ടാണ്. സിഗ്മ ഈക്വൽസ് 1/ρ. യൂണിറ്റ് വരിക റെസിസ്റ്റിവിറ്റിന്റെ റെസിപ്രോക്കൽ ആണ്, അപ്പൊ യൂണിറ്റ് വരിക ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ്. ഓം ഇൻവേഴ്സിന് നമുക്ക് മോ എന്ന് എഴുതാം അല്ലെ. അപ്പം റെസിസ്റ്റിവിറ്റിന്റെ യൂണിറ്റ് നമുക്ക് മോ മീറ്റർ ഇൻവേഴ്സ് എന്ന് എഴുതാം. ഓൾസോ യു ക്യാൻ റൈറ്റ് സീമൻ മീറ്റർ ഇൻവേഴ്സ്.